മയ്യനാട് റെയിൽവേ സ്റ്റേഷൻ 2ാം നമ്പർ പ്ലാറ്റ്ഫോം നിർമ്മാണത്തോടനുബന്ധിച്ച് റെയിൽവേ പാളങ്ങൾ കൊണ്ട് നിർമ്മിച്ച വേലി അഴിച്ചുമാറ്റി. ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മയ്യനാട് റെയിൽവേ സ്റ്റേഷന് സമീപം അടിക്കടി ഉണ്ടാകുന്ന ട്രെയിൻ അപകടങ്ങൾക്ക് കാരണം അശാസ്ത്രീയമായ പ്രവർത്തികളാണെന്നും ആക്ഷേപമുണ്ട്. അടിയന്തരമായി മയ്യനാട് റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മിച്ചിരുന്ന പാളങ്ങൾ കൊണ്ടുള്ള വേലി പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. ഒരു മാസം മുമ്പാണ് മയ്യനാട് ഹൈസ്കൂളിലെ +1 വിദ്യാർത്ഥിനി പാളം മുറിച്ചു കടക്കവേ ട്രെയിൻ തട്ടി മരിച്ചത്. പാളങ്ങൾ കൊണ്ട് നിർമ്മിച്ച വേലി നീക്കിയതാണ് തുടരെ അപകടങ്ങൾ ഉണ്ടാകാൻ കാരണമെന്ന് നാട്ടുകാർ സൂചിപ്പിച്ചു. ഇവിടെ ഈ നിരന്തരം അപകടം നടക്കുന്ന ഒരു മേഖലയാണ്. ഇവിടെ റെയിൽവേ ഗേറ്റിന്റെ അറ്റകുറ്റപ്പണികൾക്കായി നിരന്തരം ഇവിടെ ഗേറ്റ് അടച്ചിടുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ പണയിൽ ജംഗ്ഷനിൽ ഇറങ്ങിയ യാത്രക്കാർ ഈ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ സൈഡിൽ കൂടെയാണ് ക്രോസ് ചെയ്ത് വയനാട് ചന്തമുക്കിലോട്ട് പോകുന്നത്. അപ്പോൾ നേരത്തെ ഇവിടെ ഒരു പാളം വെച്ചുള്ളൊരു വേലി ഉണ്ടായിരുന്നു. റെയിൽവേ പ്ലാറ്റ്ഫോമിൻ്റെ പുനർനിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് അത് ലോറി വരുന്നതിൻ്റെ സൗകര്യപ്രദമായ രീതിയിൽ അവർ ഇത് ഇളക്കി മാറ്റുകയാണ് ചെയ്തത്. ഇപ്പം പണി എല്ലാം പൂർത്തീകരിച്ചതിന് ശേഷവും ഇത് പുനർനിർമ്മിച്ചിട്ടില്ല. അപ്പോൾ ഇനിയും ഇവിടെ അപകടം കൊണ്ടാൻ സാധ്യതയുണ്ട്. ഇപ്പം തന്നെ റെയിൽവേ ഗേറ്റ് അടച്ചിട്ടില്ല. ഇന്നലെ അടച്ചിരുന്നു, ഇന്നും അടച്ചിരുന്നു. കുളങ്ങര ഗേറ്റ് വഴി പോകാനും പറ്റുന്നില്ല. അവിടെ റോഡിന്റെ പണിയായിട്ട് ബന്ധപ്പെട്ട് അവിടെ അടച്ചിരിക്കുന്നു. വയനാട് ആളുകൾ ഒരു ജയിലിലാകപ്പെട്ടണക്കുള്ള ഒരു സ്ഥിതിയാണ്. ഏർക്കും എങ്ങും പോകാൻ വയ്യ. അപ്പോൾ അടിയന്തരമായിട്ട് ഈ പാളം കൊണ്ടുള്ള വേലി പുനർനിർമ്മിക്കാനുള്ള ഒരു സംവിധാനം ചെയ്യണം. ഏറെ യാത്രക്കാരുള്ള മയ്യനാട് റെയിൽവേ സ്റ്റേഷൻ അടിസ്ഥാന വികസന കാര്യത്തിൽ പോലും പിന്നിലാണ്. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം.